പി.വി. അൻവർ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു എന്ന തീരുമാനം വന്നിരിക്കുന്നു. നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി.വി. അൻവർ മത്സര രംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ്. UDF-ലേക്ക് കടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ സ്വയം എടുത്ത തീരുമാനമായി അത് മാറുന്നു. തൃണമൂലിന്റെ നേതൃയോഗം ചേർന്നിരുന്നു. നാളെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന ശേഷം തീരുമാനമെന്നായിരുന്നു പി.വി. അൻവർ അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞിരുന്നത്. പക്ഷേ അൻവർ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. നിലമ്പൂരിലെ സുൽത്താൻ എന്നും നിലമ്പൂരിൽ അൻവർ തുടരുമെന്നുമുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ പി.വി. അൻവർ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകുന്നു. 2016 ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എത്തിയിരുന്ന പി.വി. അൻവർ വലിയ വിജയം നേടി. അതിനുശേഷം പിന്നീട് പി.വി. അൻവർ വീണ്ടും മത്സരരംഗത്തുണ്ടായിരുന്നു. തുടർന്ന് 2021 മത്സരരംഗത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇടതുമുന്നണിയുമായി തെറ്റിപ്പിരിഞ്ഞ് പി.വി. അൻവർ പുറത്തേക്ക് വന്നത്. അൻവർ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയും UDF-ന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതെങ്കിലും എല്ലാ അനുനയ നീക്കങ്ങളും അനുരഞ്ജന ശ്രമങ്ങളും ഒടുവിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നിലമ്പൂരിൽ പി.വി. അൻവർ സ്ഥാനാർത്ഥിയാകും. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തുണ്ടാകും എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ മഞ്ചേരിയിൽ നടക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റിന് ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുള്ളത് പി.വി. അൻവർ തന്നെ സ്ഥാനാർത്ഥിയാകും. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളൊരു തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇനി UDF മുൻകൈയെടുത്ത് ഘടകകക്ഷിയാക്കുകയാണെങ്കിൽ മാത്രം അതിൽ ഒരു പുനർവിചിന്തനം എന്നുള്ളതിലേക്കാണ് എത്തിയിരിക്കുന്നത്.